ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് അങ്ങനെ സുഖമായിട്ട് പോകണ്ടാ. എന്നിട്ടാണ് സുഖമായിട്ട് പോവല്ല. ഇന്ന് രാവിലെ തന്നെ എനിട്ടിപ്പുണ്ടല്ലോ, എനിക്ക് ഈ കൈയില്ലേ, ഈ കൈയുടെ എന്താ പറയുന്നത്, കൈവിരലുകളൊന്നും അനക്കാൻ പറ്റണ്ടായില്ല. അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ ജോയിന്റ് ഇല്ലേ, അവിടെ വേദന എടുക്കുക. രാവിലെ എനിറ്റപ്പെന്ന് പറഞ്ഞാൽ കൈ അനക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചതിന്റെ കൈയുടെ സ്വാധീനം പോയിന്ന്. കൈയാണെങ്കി എന്താ പറയാ, പച്ചവെള്ളം പോലെ ഇരിക്കുന്നു. ഇങ്ങനെ വല്ലവർക്കും ഉണ്ടാവാറുണ്ട് ഈ കമന്റ് എന്നിട്ട് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാ. പക്ഷെ അങ്ങനെയില്ല. എന്നിട്ട് ഞാൻ കൊറേ നേരം ഇങ്ങനെ ആക്കി. എനിക്ക് തോന്നുന്നു AC ഇട്ട് കിടക്കുമ്പോ തണുപ്പ് എനിക്ക് പറ്റണം. അതിന്റെയാണോ എന്തിന്റെ എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെ നോർമലായിട്ടാ. പിന്നെയും AC പ്രശ്നം എനിക്ക് തോന്നണേ, അറിയില്ല. ഇങ്ങനത്തെ കൈ ഒടിക്കണ ഇവിടെ നരമ്പ് ഒടിഞ്ഞു, മസിൽ ഒടിഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒടിക്കുന്നപ്പോ ഈ ഗ്യാപ്പിലേക്ക് കൈ. അപ്പൊ ഇങ്ങനെ വല്ലവർക്കും ഉണ്ടാവാറുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നോളൂ. ഒരുത്തൻ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണെന്നറിയോ? ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കേറാം. ഡാ എവിടേക്കാ പോവാനാ? ആരോട് നോക്കിയേ? ഈ 2 സ്റ്റെപ്പും കേറി കണ്ണ് തെറ്റിയ പിടിക്കണവനെ. കുമ്പ എവിടേക്ക് പോണേ? മോളിക്കല്ലേ, മോളിക്ക്. അതെങ്ങടെ പോയേ? കടയ്ക്ക്. എന്നിട്ട് വാങ്ങിച്ചേ? എന്നിട്ട് വാങ്ങിച്ചേ? എന്നിട്ട് വാങ്ങിച്ചേന്ന്? എന്നിട്ട് ചോദിക്കണേ കോലുമിഠായ. എത്ര കോലുമിഠായി വാങ്ങിച്ചു? ഇനിയുണ്ടെന്ന്. എത്ര വാങ്ങിണ്ടാ? അതെത്ര വാങ്ങിണ്ടെന്നേ? ദൈവമേ, ഒരു എനിക്ക് തന്നെ അമ്മക്ക് താടാ താടാ ഒരു അപ്പുരു നോക്കടാ. മോന്റെ ഉണ്ണിയല്ലേ, അവന് കൊക്ക് ഉന്നപ്പുരു നോക്ക്. ദേ വന്നു. ഓന് കൊക്ക് എന്തുറ്റാടാ? അവൻ കറിയൂട്ടാ. കൊക്കിട എന്റെ മോന്റെ ഉണ്ണി. കൊടുക്ക്. ഗുഡ് ബോയ് ആയിട്ട് കൊടുത്തേ. നോക്കട്ടെ അമ്മ കൊടുക്കോന്ന്. കൊടുക്ക. കൊടുത്തില്ല. ഇപ്പൊ വാങ്ങിച്ചോളൂ അവൻ. ചേട്ടാ അമ്മ പൊച്ചിട്ടില്ലേ? നീ അവന് കൊക്കണില്ലല്ലോ. ഒരു പരിപാടി ഉണ്ട്. നമ്മളിന്ന് അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകണം. കുറച്ചേരം കഴിയുമ്പോൾ പോകണമെന്ന് വിചാരിച്ചേക്കണേ. ഇവിടുത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടണം. ഡ്രസ്സ് വാങ്ങണം. അവരോട് പറയുന്നില്ല, എന്തായാലും സർപ്രൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻട്ടാ. നമ്മളിപ്പോ എവിടേക്കാ പോണേന്നുള്ളത് യാതൊരു തരത്തിലുള്ള പ്ലാനിങ് ഇല്ല. ഇങ്ങനെ പോവാണ്. ഒന്നില്ലെങ്കിൽ തൃശ്ശൂര്, അല്ലെങ്കിൽ ചാലക്കുടി. അങ്ങനെ തൃശ്ശൂരും ചാലക്കുടിയും ഏകദേശം സെയിം തന്നെയാണ് പോണത്. അപ്പൊ മിക്കതും തൃശ്ശൂർക്ക് വണ്ടി വിടാൻ സാധ്യത. കാരണം അവിടെയാണ് കുറച്ചും കൂടി കൂടുതൽ കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ പിള്ളേർ ഉറങ്ങായിരുന്നു. അവരുറക്കത്തിന്ന് സത്യത്തിൽ ഞാൻ എണിപ്പിച്ചു എന്ന് പറയാ. ആദ്യം ഉറക്കത്തിന്ന് ഞാൻ ആദ്യത്തിനൊന്ന് ചെറുതായിട്ട് ഇതേ അവിടെ എന്നിട്ടാണ്ട് വീടുന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിന് എണിപ്പിച്ചു. അപ്പോഴേക്കും ആദ്യം എനിക്ക് ഇങ്ങനെ എന്താ അങ്ങനെ കഥകൾ ചോദിക്കട്ടെ. അതപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഥകൾ ഇങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് പറ്റിയേ എങ്ങനെയാ? അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഞാൻ അവൻ എണിപ്പിച്ചു. പിന്നാലെ അബ്രൂനും പിന്നെ അവൻ എണിപ്പിച്ചോളും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തിന് എണിപ്പിച്ചാ എല്ലാവരും എണിപ്പിക്കുന്ന കാര്യം അവൻ ഓക്കെ ആക്കിക്കോളും. അങ്ങനെ എണിപ്പിച്ച് അവര് ആദ്യത്തിന് പാല് കൊടുത്ത് അബ്രൂന് ഇത്തിരി കുറുക്കൊക്കെ കൊടുത്ത് നമ്മള് ഇങ്ങനെ പോവാണ്. നല്ല ഡ്രസ്സ് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് ട്ടാ. അവിടെ ചെല്ലുമ്പോ നമുക്ക് കടയിൽ ആകെപ്പാട് ഒരു കണ്ണ് മഞ്ഞളിപ്പില്ലേ, ആ ഒരു അവസ്ഥയിലെത്തും. അപ്പൊ നല്ലത് കിട്ടുമായിരിക്കും. ഇപ്പൊ നമ്മള് അപ്പച്ചനും അമ്മച്ചിക്കും ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാ പോണേ. ഞാൻ അവിടെ എത്തുമ്പോ ചിലപ്പോ എനിക്കും കൂടി എടുക്കേണ്ടി വരും ചില സാഹചര്യത്തില്.
ഭർത്താവിനോട് വിത്ത് പെർമിഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നണമെങ്കിൽ എടുക്കും, നല്ലത് കിട്ടണമെങ്കിൽ ചിലപ്പോ ഞാൻ എടുക്കൂട്ടാ, അല്ലെങ്കിൽ എടുക്കില്ല. പിന്നെ പിള്ളേർക്കൊക്കെ നാളെ ദിവസം എടുത്തു, എനിക്കൊന്നും എടുത്തു തന്നിട്ട് ഇപ്പൊ കൊറേ നാളായി. ഇപ്പൊ എത്ര മാസമായി എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നിട്ട്. ആള് ഭയങ്കര ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്ക്, അതുകൊണ്ട് സംസാരിക്കാറില്ല. സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോ എന്റെ കെട്ടിയോ മിണ്ടില്ല, അതുകൊണ്ട് ഇതിനൊന്നും ഒരു ആൻസർ ഇല്ല കേട്ടാ. അയ്യോ എന്തേ, ആ ഒരു കാന കണ്ടില്ലെന്ന് പറഞ്ഞ, ഒരു വണ്ടി കാനില് പോയി. അപ്പൊ എന്തായാലും നോക്കട്ടെ, കിട്ടണമെങ്കിൽ എടുക്കാം. ഞാൻ അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പോ ഒരു ഇതുണ്ട് കേട്ടാ, അതായത് നമുക്ക് അധികം വിലയുടെ പാടില്ല, കുറച്ച് വില. മുന്നൊക്കെ സാരി എടുക്കുമ്പോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, കല്യാണത്തിനിടയ്ക്ക് ഇങ്ങനെ എത്ര വില എടുത്താലും ഇതാവുള്ളൂ. ഇപ്പൊ ആ സാരികളൊക്കെ കെട്ടിപ്പറക്കി അലമാരിൽ വെച്ചത് കൊണ്ട് തന്നെ സാരി ഭയങ്കര റേറ്റിന് എടുക്കണോണ്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് റേറ്റ് കുറവിനെ ഇപ്പൊ എടുക്കാറുള്ളൂ. പിന്നെ സാരി എടുക്കില്ല, സാരി വാങ്ങിച്ചു കൊണ്ടാലും അത് ഉടുക്കണമെങ്കിൽ അത് പറയുമ്പോ തന്നെ എന്റെ കെട്ടിയോണ്ട നെഞ്ചിൽ ഹാർട്ട് അറ്റാക്ക് വരും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സാരി എടുത്താലോ, വെറുതെ ഒരു വെറൈറ്റിക്ക് എന്ന് പറയുന്നതാ. നീ എടുക്കണ്ട, നിനക്ക് സ്വന്തമായിട്ട് സാരി എടുക്കാൻ അറിയില്ല, 2-3 മണിക്കൂറും വേണം സാരി എടുക്കണമെങ്കിൽ. അപ്പൊ നീ ആ റിസ്ക് എടുക്കണ്ട. ബി.എഡിന് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തോണ്ട് പോയതാണ്. പക്ഷെ അടിയിലത്തെ ഫ്ലീറ്റ് എടുക്കുന്നത് ശരിയാവട്ടെ, മുകളിലത്തെ എടുക്കുന്നത് ശരിയാവാറില്ല. ഇപ്പൊ അടിയിലത്തെ എടുക്കാൻ അറിയില്ല, മുകളിലത്തെ എടുക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ലേ. അതുകൊണ്ട് സാരി എടുക്കില്ല. ഒരു ടോപ്പ് നോക്കാം, പോയി നോക്കട്ടെ. ആദ്യത്തിന് ഡ്രസ്സ് വേണോ? എത്ര ഡ്രസ്സ് വേണം? അപ്പൊ നാളെ ദിവസം ആർക്ക ഡ്രസ്സ് വാങ്ങിച്ചെന്നേ? ആർക്ക ഡ്രസ്സ് വാങ്ങിച്ചെന്നേ? അമ്മാമ്മയെ ഡ്രസ്സ് വാങ്ങിച്ചെന്നേ? ദൈവമേ, ഇവനൊരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല കേട്ടാ. അമ്മാമ്മയെ വാങ്ങിച്ചെന്നു. ഇപ്പൊ നമ്മള് ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന കാര്യം അമ്മിച്ചോട് ഇപ്പൊ നമ്മള് ഡ്രസ്സ് വാങ്ങാനെന്നാ അപ്പച്ചനും ചോദിച്ചിട്ട് എങ്ങടെ പോണേ. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് പോകാന്നാണോ പറഞ്ഞേക്കണേ. യാതൊരു തരത്തിലുള്ള സൂചന കൊടുത്തിട്ടില്ല, എന്തിനാ പോണേന്നുള്ളതോ എങ്ങോട്ടാ പോണേന്നുള്ളതോ എന്നിട്ട് വാങ്ങിക്കാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പോ യാദത്തിന്റെ ഡ്രസ്സ് കൊടുത്തയക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കുന്നതിന് മുൻപ്. അപ്പൊ അത് കൊടുക്കോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അവരുടെ എക്സ്പ്രഷൻ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. മിക്കതും ഒരു എക്സ്പ്രഷനും ഉണ്ടാവും പട്ടീണ്ടെന്നാ. നമ്മളിതേ ഇപ്പൊ തൃശ്ശൂര് റൗണ്ട് എത്തിയിട്ടാ. എന്തോരോ കച്ചവടക്കാരൻ ഇന്നലെയൊക്കെ ഇവിടെ എന്തായിരുന്നു ഇല്ല സ്ഥിതിയായിരിക്ക. ഇപ്പതേ ഇവിടെ ഒരു മനുഷ്യര് പോലും ഇല്ല. ആ ശരിയല്ലോ, കൊറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നാലും അങ്ങനെയല്ല, ഭയങ്കര തിരക്കായിരുന്നല്ലോ ഇന്നലെയൊക്കെ. ഇന്നിപ്പോ അധികം ആൾക്കല്ലേ. പക്ഷെ കച്ചവടക്കാരുണ്ട്. കൊട്ട് ആനയൊക്കെ നിന്നത് ഇവിടെയെന്ന് തോന്നുന്നു. ഇതിന്റെ ഉള്ളിലല്ല, നമ്മുടെ തൃശ്ശൂര് റൗണ്ട് അമ്പലം വടക്കുനാഥൻ അമ്പലം. എവിടെ നിന്നാതാ അതെന്നല്ല ഫുള്ള് വണ്ടി ടിവിയില് പൂരം. ഇന്ന് രാവിലെ വരെ പൂരം ഓടിക്കൊണ്ടിരിക്കായിരുന്നു. കൊച്ചിന് പൂരം ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പറമ്പ് കാണാൻ പറ്റുള്ളൂ. പൂരം കാണാൻ പറ്റില്ല, ആനേനെ കാണാൻ പറ്റില്ലല്ലോ. അതേനാ പന്തല് അതേനാ ജാഥയാന്ന് തോന്നണേ. കൊച്ചിന് ഇങ്ങനെയും കാണാൻ അപ്പനൊരു അവസരം ഒരുക്കി കൊടുത്തതിന് വളരെ നന്ദി പറഞ്ഞാ. ക്ലീൻ ചെയ്യണം അവിടെ ഫുള്ള്. പൂരപ്പറമ്പ് ഇതാണ് ശരിക്കും പൂരപ്പറമ്പ്. കൊട്ടൊക്കെ കഴിഞ്ഞു. അത് വണ്ടിയിലാന കണ്ടാതോ? കുഞ്ഞാനല്ലേ? ആനേനെ കാണാനില്ലെന്ന് മോൻ കേട്ടാ. വണ്ടിയിലാനോ ആനേനെ കാണാനാ. അത് നോക്കി നിന്നേ, ആനേനെ കണ്ടു. അതെന്തേ ആനേനെ കാണാൻ പോണ്? ആനേനെ കാണാൻ പോണ്ട. ആനതേ പോവാൻ പോവാട്ടാ. കാറ്റ് കൊടുക്കണ ആനക്ക്. ആന വണ്ടി പോയിന്ന്. അപ്പൊ അതായി പ്രശ്നം. ആന പോയോ? ആനയോട് പൂരത്തിന് അവന് ആനയൊന്നുമില്ല. ഡ്രസ് എടുക്കാൻ വന്നു. ഡ്രസ്സൊക്കെ എടുത്തു. ബില്ലടിക്കാൻ നിൽക്കാട്ടാ. ടൈം എടുക്കും തോന്നുന്നു. ഒരു സാരിയും ഒരു ഷർട്ടും എടുത്തിട്ടുണ്ട്. അവര് ചേട്ടന് പരമതി അങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും നോക്കി കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അബ്രു കുറുബ അബ്രു 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 ഇത് നോക്കി. നമ്മളിതേ ഡ്രസ്സ് എടുത്തുട്ടാ. ഒരു സാരി എടുത്തു, ഷർട്ട് എടുത്തു, ഇറങ്ങി. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോ ഈ ഷർട്ടും കളർ നമുക്ക്
വീട്ടിൽ ചെല്ലുമ്പോ കാണിച്ചു തരാട്ടാ. അവര് നോക്കുമ്പോ കാണിച്ചു തരാം. ഈ കളർ ഉണ്ടോന്ന് നമുക്ക് അറിയില്ല. അതിനൊരു ഏകദേശം അങ്ങനെയല്ല, കൊറേ ഷർട്ടുകൾ അല്ലെങ്കിലും ഉള്ള കളറുകൾ തന്നെയാ. കൊറേ ഷർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇല്ലാത്ത കളർ ഏതാന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയും ഷർട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ല കേട്ടോ, എന്നെ ചീറ്റ് ചെയ്തു. എവിടേക്ക് പോണേ പറയ്. എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ല. ഡ്രസ്സ് വാങ്ങിക്കുന്നൊക്കെ ഞാൻ വാങ്ങിപ്പിക്കണം പറഞ്ഞു പോകുന്നതല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഭ്രാന്ത് പിടിക്കും മനുഷ്യന്. ഒന്നാമത് ക്ഷമയില്ല. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കടയിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോണം. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട ഡ്രസ്സ് നല്ലത് ഇവിടെ ഇല്ല. എന്റെ മോൾക്ക് അനുയോജ്യമായ ഡ്രസ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പോണത്. ഇപ്പൊ എന്തായാലും ഇവർക്കുള്ള ഡ്രസ്സ് കിട്ടി. നമ്മളെ ഇടക്കിടക്ക് വരുമല്ലോ തൃശ്ശൂർക്ക്. അത് പറഞ്ഞു പോരാ. ഇനി നമ്മള് നേരെ വീട്ടിക്ക് പോവാ. വേറെ പണി പരിപാടി ആദ ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. ആനനെ കണ്ട? ആന പോയാ? അതെന്ത് വണ്ടി ഈ വീഡിയോയിലെ എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ബ്രൈറ്റ്നെസ് കൂടിയ പോലെ എനിക്ക് തോന്നുന്നത്. കടയിലെ വെട്ടല്ലേ, ആ വെട്ടത്തില് നമ്മുടെ സാരിയുടെ കളർ ഒരു വേറെയാണ്. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ ഇപ്പൊ വേറെ കളറാണ്. ഇരുട്ടായില്ലോ. വീട്ടിൽ ചെല്ലുമ്പോ വെളിച്ചത്തിൽ നോക്കുമ്പോ വേറെ കളറായിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കരമായി ഇങ്ങനെ പ്രേതത്തിന്റെ പോലെ ഇരിക്കുന്നുണ്ട്. ദേ അപ്പനും മക്കളും ദേ ഇവിടെ വണ്ടിയിൽ കേറിയിട്ടുണ്ട്. അമ്മ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ സെറ്റ് ഡീൽ. ഓക്കെ ബൈ. ആരോ അടിച്ചാലേ ഏത് കൂതമ്മ ഇങ്ങട് അകത്തേക്ക് കയറി. ഇവിടെ വാതിൽ തുറന്നിട്ടുണ്ട്. ഓ ദേ ഇതായിട്ട് നമ്മൾ വാങ്ങിയത്. ആദംകൂട്ട് അങ്ങോട്ട് പോയി. നമ്മൾ വീട്ടിൽ ഇതേ ഇപ്പം എത്തിയിട്ടുള്ളൂ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ഓടിയേക്കാ. അവൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ അപ്പുറത്ത് വണ്ടി തുടയ്ക്കാൻ വേണ്ടിട്ട് കാടുറ്റിക്കല്. ഇത് അമ്മാമ്മയ്ക്ക് അപ്പാപ്പനും കൊണ്ടു കൊടുക്ക്. ചെല്ല് ആ ചെല്ല്. കൊടുക്ക്. അപ്പാപ്പന്റെ കൊടുക്കാൻ. അത് എടുത്തു കൊടുക്കണ്ട, അല്ലാണ്ട് കൊടുത്താ മതി. ഓ അല്ലാണ്ട് കൊടുത്താ മതി. എടുക്കണ്ടോ? കൈ കൊടുത്താ മതിന്ന്. എന്നിട്ട് പോയേ. ആ ഞാൻ അത് അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. ആ നീ ഇങ്ങനെ പിടിക്കോ? കൊണ്ടുകൊടുത്താ മതി. എടുക്കണ്ട. അത് ഇതാക്കടി. ഇഷ്ടായെന്ന് ചോദിക്കേ. അപ്പൊ ഇഷ്ടാവും. ഉമ്മന്താണ് ഇഷ്ടാവുക. അപ്പനും മോനും ഡ്രസ് മാറിയില്ലേ? എന്നിട്ട് വണ്ടി തുടച്ചാ പോരെ? കുട്ടീനിപ്പൊ തുടക്കില്ല. അതെന്തിട്ട് കണ്ടേന്ന് പറഞ്ഞ അപ്പാപ്പനോട്. എത്ര ആനേനെ കണ്ടുന്ന് പറഞ്ഞേ? 3 ആനേനെയാ? ആ ഒരു ആന ഉണ്ടായി. ഒരു കുട്ടിയാന. ഏത് വണ്ടിയില് കേറി? ഏത് വണ്ടിയില് കേറിയേ? പേട്ട വണ്ടിയാ? ഏത് പേട്ട വണ്ടി?
അതിന്റെ നല്ല വണ്ടിയാണോ കുറുമ്പ മാറിനില്ലേ അതാ വന്നേ ഡ്രസ് മാറാ എന്നിട്ട് വണ്ടി തുടക്കണെങ്കി വാ എന്നാ അവിടെ ഇരുന്നോ അവന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം കൊടുത്താൽ നമ്മള് വാങ്ങിയ സാരി പക്ഷെ ഇതിന്റെ ഒരു അവിടത്തേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ഇപ്പൊ കുറഞ്ഞു കിട്ടതില്ലേ. ഇതൊരു റെഡ് കളറായി. ഇത് ഷർട്ട് ചക്കട ഉണ്ടാക്കി വെച്ചതൊന്നും തിന്നാൻ ടൈം കിട്ടില്ല. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ചക്കട ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാണ്. അയ്യോ തിന്നളങ്ങി ഡ്രസ്സ് മാറിയിട്ട് തിന്നല്ലേ. കൈ കഴുകിട്ടാ. ഇതിൽ മറ്റേ ചക്കയുടെ ഉള്ളിലെ ഫില്ലിങ് തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മച്ചി തേങ്ങയും ശർക്കരയും ചക്ക കൂടുതലോ. ഡ്രസ്സ് മാറിയിട്ട് കഴിക്കാന്ന് വിചാരിച്ച പക്ഷെ ക്ഷമയില്ല. നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തുട്ടാ. ആദ്യം അവിടെ അമ്മച്ചിന്റെ അപ്പച്ചന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ നമ്മള് ഗിഫ്റ്റ് വലിച്ച് കൊടുത്ത ആദ്യത്തിന്റെ കൊടുത്തിട്ടുണ്ടായില്ലോ. അപ്പൊ അങ്ങനത്തെ അവൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ലേ. പക്ഷെ ആ ഒരു ഓർമ്മയില് അതായത് ഗിഫ്റ്റ് വാങ്ങി അപ്പാപ്പന് കൊടുക്കാൻ ഞാൻ പറഞ്ഞ ഓർമ്മയിൽ അവൻ പറഞ്ഞു കാടുറ്റിക്ക് കൊടുക്കുക. കാടുറ്റിൽ അപ്പാപ്പന്റെ അമ്മാമ്മയ്ക്ക് കൊടുക്കാന്ന് ആയിട്ട് കൊടുത്തു. അപ്പാപ്പനും മോനും കൂടി തകൃതിയായ വണ്ടി തുടക്കൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പാപ്പ എല്ലാ ചൊവ്വാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വണ്ടി തുടയ്ക്കും. എല്ലാ ആഴ്ചയും തുടക്കി വിട്ടാ. വണ്ടി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണമെന്ന് അപ്പാപ്പന് വളരെയധികം നിർബന്ധം കൂടുതല. എൻ്റെ മോനും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ ആനപ്രാന്ത് ഉണ്ടല്ലോ, അത് അപ്പാപ്പനും മോനും അതായത് അവൻ്റെ അപ്പനും ചെറുതായിട്ടുണ്ട്. ആ ഒരു പ്രാന്ത് അവനും കിട്ടിയിട്ടുണ്ട് കേട്ടാ. വന്നപ്പോൾ ഞാൻ അപ്പാപ്പനോട് പറയാൻ പറഞ്ഞു ആനനെ കിട്ടിയെന്ന്. അതോ ആനനെ കണ്ടു അതൊക്കെ കഥകളൊക്കെ പറഞ്ഞു കേട്ടാ. നമ്മൾ പൂരത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടേ മധുരസേവ വാങ്ങി, പിന്നെ മറ്റാണ് മുറുക്ക് വാങ്ങി, പിന്നെ പൊരി വാങ്ങി, എന്നിട്ട് വാങ്ങിയേ ഒരു ചൊമ്പലുവിയും പിന്നെ ഒരു കറുപ്പലുവി. ഈ കറുപ്പലുവ അമ്മച്ചിക്കാണ് ഇഷ്ടം, ചൊമ്പലുവ എനിക്കും ഇഷ്ടം. പിന്നെ ഇതൊക്കെ തിന്നാം. സർപ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച അത്ര എക്സ്പ്രഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൾക്കത് കാണാൻ പറ്റില്ല. ആളുടെ ഫോൺ അപ്പോഴേക്കും ഹാങ് ആയി. അപ്പോൾ ആള് എന്നിട്ട് പറയാം ഇവിടെ മൊബൈൽ ഷോപ്പിൽ പോയി അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും നമ്മൾ കൊടുത്ത് വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മിച്ച് ചോദിക്കേണ്ടായി എന്തിനാ ഇത് വാങ്ങിച്ചതെന്ന് ചോദിക്കേണ്ടായി. എങ്ങനത്തെ കളറ് സാരി, എല്ലാ കളർ സാരി ഉള്ളത് കൊണ്ടും ഇങ്ങനത്തെ കളർ ഉണ്ടെന്ന്, ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടെന്ന് അമ്മിച്ച് പറയണുണ്ടായി. എന്നാലും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമൊക്കെ ആയി. പിന്നെ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ഒന്നിനെ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാണ് വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും